ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 1ാം ക്ലാസ്സിൽ മലയാളം പ്രവർത്തന പുസ്തകം പാർട്ട് 2 യൂണിറ്റ് 10 വീട് കെട്ടണം ടിയ അതിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് എന്താ പറയുന്നത്, ചിത്രം വരച്ച് സംഭാഷണം എഴുതാം. സംഭാഷണമാണ് എഴുതേണ്ടത്. എന്താ ചിത്രം വരക്കേണ്ടത്? പൂങ്കിളിയും വീടും, പിന്നെ ഉറുമ്പുകളും വീടും. അതായത് ആദ്യം പൂങ്കിളീനെ വരക്കുക, അതിൻ്റെ വീട് വരക്കുക. അതിൻ്റെ വീട് എങ്ങനെ ഉണ്ടാവുക? മരത്തിൻ്റെ ചില്ലിയിലാണ് പൂങ്കിളിയുടെ വീടുണ്ടാവുക. അതുപോലെ ഉറുമ്പിനെ വരക്കുക, ഉറുമ്പിൻ്റെ വീട് മറ്റേ മണ്ണ് കൊണ്ടുള്ള വീടാണ് ഉറുമ്പിൻ്റെ ഉണ്ടാവുക. അപ്പോൾ അതുപോലെ കിളിയെയും കിളിയുടെ വീടും വരക്കുക, ഉറുമ്പിനെയും ഉറുമ്പിൻ്റെ വീടും വരക്കുക. എന്തായിരിക്കും അവരുടെ സംഭാഷണം? എന്തായിരിക്കും? കിളി എന്താ ചോദിക്കുക? കിളി ചോദിക്കുന്നത് ഇവിടെ എന്താ വിശേഷം എന്ന് ചോദിക്കുന്നത്. ഇവിടെ എന്താ വിശേഷം? അപ്പോൾ പൂങ്കിളീനെ വരച്ചിട്ട് കിളിക്ക് നേരെയാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? കിളി ചോദിക്കുന്ന കാര്യം എഴുതേണ്ടത്. എന്താ ഇവിടെ എന്താ വിശേഷം? അപ്പോൾ ഉറുമ്പ് എന്തു പറയും? ഇന്ന് എൻ്റെ പിറന്നാളാണ്. നെക്സ്റ്റ് ഇനി ഉറുമ്പ് എന്ത് പറയും കിളിയോട്? ആട്ടവും പാട്ടും എല്ലാം ഉണ്ട്, പൂങ്കിളി നീയും പങ്കുചേരണേ എന്ന് പറയും. ആട്ടവും പാട്ടും എല്ലാം ഉണ്ട്, പൂങ്കിളി നീയും പങ്കുചേരണേ. അപ്പോൾ പൂങ്കിളി എന്ത് പറയും? തീർച്ചയായും. ഇതാണ് ഇവിടെ എഴുതേണ്ട സംഭാഷണം. അടുത്തെന്താ? വീട് രുചിച്ചവർ പറഞ്ഞത് എന്ത്? ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വീട് കെട്ടണം ടിയ എന്ന ചാപ്റ്റർ കൃത്യമായി വായിക്കുക. അതിൽ ആ വീട് കേക്ക് കൊണ്ടുള്ള വീട് രുചിച്ചവരുണ്ട്. അവർ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് കൃത്യമായിട്ട് ഇതിലുണ്ട്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് സംഭാഷണമായിട്ട് ഇവിടെ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ വീട് രുചിച്ചവർ പറഞ്ഞതിൻ്റെ എന്താ പറഞ്ഞേ? ചോണനുറുമ്പ് എന്താ പറഞ്ഞേ? എന്താ സ്വാദ്. നെയ്യുറുമ്പ് പറഞ്ഞത് എന്താ മധുരം. പിന്നെ ആരാ? മൈന എന്താ പറഞ്ഞേ? സൂപ്പർ ഭക്ഷണം, സൂപ്പർ സ്വാദ്. പിന്നെ മയില് നല്ല മിഠായി, നല്ല സ്വാദ്. പിന്നെ പൂച്ച ഹായ് പഞ്ചാര മധുരം. നായ ഹായ് തേൻ മധുരം. ഇതാണ് വീട് രുചിച്ചവർ പറഞ്ഞത്. അടുത്ത എന്താ? കേക്ക് വീട് എഴുതി നോക്കാം. വീടിനെ കുറിച്ച് ഉറുമ്പ് സംസാരിച്ചു. എന്തെല്ലാം കാര്യങ്ങളാവും സംസാരിച്ചിട്ടുണ്ടാവുക? പൂച്ചയും പട്ടിയും പറഞ്ഞതും എഴുതണേ. അപ്പോൾ ഇവിടെ സംഭാഷണമാണ് എഴുതേണ്ടത്. ഉറുമ്പ്, പൂച്ച, നായ, ഇവരുടെ മൂന്നാളും പറയുന്ന കാര്യങ്ങളാണ് എഴുതേണ്ടത്. എന്തിനെ കുറിച്ചിട്ടാണ്? വീടിനെ കുറിച്ചിട്ട്. കേക്ക് കൊണ്ടൊരു വീടുണ്ടാക്കിയിട്ടുണ്ട് അല്ലേ ഉറുമ്പ്, അതിനെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. ഉറുമ്പ് എന്താ പറഞ്ഞിട്ടുണ്ടാവുക? എന്താ സ്വാദ്, എന്താ മധുരം, ഇത് വീടല്ല കേക്കാ, ഇത് കേക്കല്ല വീടാ, ഇത് കേക്ക് വീടാ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്. അത് നമ്മളിവിടെ സംഭാഷണമായിട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അടുത്തത് പൂച്ച എന്താ പറഞ്ഞത്? ഹായ് നല്ല മധുരം, ഹായ് മധുരം, നല്ല മധുരം, പഞ്ചാര മധുരം. അതാണ് പൂച്ച പറഞ്ഞത്. ഇനി പട്ടി എന്താ പറഞ്ഞത്? ഹായ് മധുരം, നല്ല മധുരം, തേൻ മധുരം. അതാണ് പട്ടി പറഞ്ഞത്. അടുത്തെന്താ? വിവിധ തരം വീടുകൾ. ഇവിടെ വിവിധ തരം വീടിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയുന്നത്? വിവിധ തരം വീടുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഇവിടെ ടേബിളിൽ എഴുതിയാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ ഇവിടെ വീടൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമ്മളിവിടെ എഴുതിയാണ് വേണ്ടത്. എന്തൊക്കെയാണ്? ഇഗ്ലു, പിന്നെ ഓടിട്ട വീട്, ഏറുമാടം, ഗ്ലാസ് വീട്, കോൺക്രീറ്റ് വീട്, ഹൗസ് ബോട്ട്, ഓലമേഞ്ഞ വീട്, പുല്ല് മേഞ്ഞ വീട്. ഇതാണ് വിവിധ തരം വീടുകൾ. ഓക്കെ.
അടുത്ത എന്താ? വീട്ടിലെ വിശേഷങ്ങൾ എന്തെല്ലാം? വീട്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇവിടെ വീട് പറയുന്നതായിട്ട്, അതായത് വീടിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് എഴുതേണ്ടത്. എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടേണ്ടതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ? മുറികൾ, ഉപകരണങ്ങൾ, വീടിൻ്റെ ഉപയോഗം, വീട്ടിലാരെല്ലാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വേണം. എന്താ എഴുതുക? ഞാനാണ് വീട്, അടുക്കള, കിടപ്പുമുറി, ശുചിമുറി, സ്വീകരണമുറി എന്നിവ ഉണ്ട്. സോഫ, കസേര, മേശ, ഫ്രിഡ്ജ്, മിക്സി തുടങ്ങിയ ഉപകരണങ്ങളുണ്ട്. പിന്നെ വീടിൻ്റെ ഉപയോഗം എന്താ? മഴയും വെയിലും കൊള്ളാതെ കയറി കിടക്കാൻ കഴിയുന്നു. പിന്നെ ആരൊക്കെയുണ്ട്? വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന്. ഇവിടെ അച്ഛൻ, അമ്മ, കുട്ടികൾ, അമ്മമ്മ, അച്ചച്ചൻ എല്ലാവരും ഉണ്ട്. ഓക്കെ, ഇത്രയും നമുക്കൊരു വീടിനെ കുറിച്ചിട്ട് എഴുതാം. പിന്നെന്താ? വായിക്കാം. അച്ഛാ, നമുക്ക് വീട് വൃത്തിയാക്കാം. ഞാൻ പറഞ്ഞു. ശരി, നല്ല കാര്യം. ആരാ മുറ്റമടിക്കുന്നത്? ഞാനടിക്കാം. ഞാൻ ചൂലുമായി പുറത്തേക്ക് ഓടി. ചേച്ചി വന്ന് നിലം തുടയ്ക്കാൻ തുടങ്ങി. അമ്മ ജനലിലെ പൊടി തുടച്ചു വൃത്തിയാക്കാൻ തുടങ്ങി. അപ്പോൾ ടോയ്ലറ്റോ? ചേച്ചി ചോദിച്ചു. അത് ഞാൻ തന്നെ വൃത്തിയാക്കാം, അച്ഛൻ പറഞ്ഞു. അല്പസമയത്തിനകം ജോലി തീർന്നു. ഇപ്പോൾ വീട് എന്ത് സുന്ദരം! എനിക്ക് ആനന്ദമായി. താഴെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. കുറച്ച് ഭാഗങ്ങൾ ബ്ലാങ്കാക്കി കൊടുത്തിട്ടുണ്ട്. എന്താതെ? അച്ഛൻ മുറ്റമടിച്ചാലും അമ്മ മുറ്റമടിച്ചാലും ഏട്ടൻ മുറ്റമടിച്ചാലും ചൂല് പിണങ്ങില്ല, ചൂല് പിണങ്ങില്ല. അടുത്തത് എന്താ വരുന്നത്? ഡേഷ് നന്നായി കഴുകിയാലും, ഡേഷ് നന്നായി കഴുകിയാലും, ഞാൻ നന്നായി കഴുകിയാലും പ്ലേറ്റ് പിണങ്ങില്ല, ഡേഷ്. അപ്പോൾ ഇവിടെ എന്താ? മുകളിൽ എഴുതി അതേപോലെയാണ് നമ്മൾ താഴെ എഴുതേണ്ടത്. എന്താ എഴുതേണ്ടത്? അച്ഛൻ നന്നായി കഴുകിയാലും അമ്മ നന്നായി കഴുകിയാലും ഞാൻ നന്നായി കഴുകിയാലും പ്ലേറ്റ് പിണങ്ങില്ല, പ്ലേറ്റ് പിണങ്ങില്ല. മനസ്സിലായില്ലേ? അപ്പം ഇത്രയാണ് നമ്മുടെ വീട് കെട്ടണം ടിയ ടിയ എന്ന യൂണിറ്റിലുള്ള പ്രവർത്തനങ്ങൾ.